ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വർദ്ധിച്ചു വരുന്ന കയ്യേറ്റങ്ങൾക്ക് ആരംഭത്തിലെ വിലങ്ങിടുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. നഗരത്തിൽ കഴിഞ്ഞ കാലയളവിൽ വർദ്ധിച്ച അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെയാണ് കോർപ്പറേഷന്റെ നടപടി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നഗരം ക്ലീനാക്കിയ കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധങ്ങൾക്കൊപ്പം അഭിനന്ദനവും ഏറുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി. കോംട്രസ്റ്റിനെ ഭൂമാഫിയകൾക്ക് അടിയറ വയ്ക്കില്ലെന്നും നേതാക്കൾ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ റേഷൻ സംവിധാനം തകർക്കരുതെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ. റേഷൻ ലിസ്റ്റിലെ അപാകതകൾക്കെതിരെ ആദായ നികുതി ഓഫീസ് മാർച്ച്. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഫുട്പാത്ത് കയ്യേറിയ പഴക്കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ റേഷൻ സംവിധാനം തകർക്കരുതെന്നാവശ്യപ്പെട്ട് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ രംഗത്ത്. ആദായ നികുതി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ NPRD കേന്ദ്ര കമ്മിറ്റി അംഗം കീർത്തി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ റേഷൻ ലിസ്റ്റിലെ അപാകതകളും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വെട്ടിപ്പും തങ്ങൾക്ക് വെല്ലുവിളിയായെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ റേഷൻ സംവിധാനം തകർക്കരുതെന്നാവശ്യപ്പെട്ട് വൈകല്യം പോലും മറന്നാണ് ഇവർ രംഗത്തെത്തിയത്. ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്താനുള്ള പ്രധാന കാരണം നിലവിലെ റേഷൻ കാർഡ് ലിസ്റ്റിലെ അപാകതകളാണ്. വികലാംഗരായ ഇവരിൽ പലർക്കും റേഷൻ കാർഡിൽ സ്ഥാനമില്ല. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ പുതിയ നയങ്ങളുമായെത്തി അധികാരികൾ തങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ഇവരുടെ പക്ഷം. UDF സർക്കാർ കൊണ്ടുവന്ന ലിസ്റ്റിലെ അപാകതകളും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വെട്ടിപ്പും ഇന്ന് വികലാംഗർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത NPRD കേന്ദ്ര കമ്മിറ്റി അംഗം കീർത്തി ഗിരീഷ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും ഇത്തരം ജനദ്രോഹ നയങ്ങളാണ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതിനു പിന്നിലെ കാരണം. LDF സർക്കാർ സംഭവത്തിൽ ഇടപെടണമെന്നും ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭിന്നശേഷിക്കാരായവരിൽ 70% പേരും നിലവിൽ റേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. സംഭവം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണങ്ങളും നടന്നില്ല. അനർഹരായവരെ ഉൾപ്പെടുത്തിയാണ് പുതിയ ലിസ്റ്റ് വന്നതെന്നും ആക്ഷേപമുണ്ട്. ഭിന്നശേഷിക്കാരായ മുഴുവൻ പേരെയും റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സംഘടനാ തീരുമാനം. കോഴിക്കോട് നടന്ന ധർണാ സമരത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് EK ശിവദാസൻ, സെക്രട്ടറി VK രാമൻ, റോയ് തോമസ്, AP സജീവൻ, ഫിറോസ് ഖാൻ TP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് അനധികൃതമായി തുടരുന്ന ഫുട്പാത്ത് കച്ചവടം കോർപ്പറേഷൻ അധികൃതർ ഒഴിപ്പിച്ചു. പുതിയ സ്റ്റാൻഡ് കവാടത്തിലെ പഴക്കച്ചവടക്കാരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് CITU INTUC ഉന്തുവണ്ടി ഫുട്പാത്ത് കച്ചവടക്കാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും തുടർന്നു പോന്നിരുന്ന പുതിയ സ്റ്റാൻഡിലെ ഫുട്പാത്ത് കച്ചവടമാണ് കോർപ്പറേഷൻ അധികൃതർ നീക്കം ചെയ്തത്. പുതിയ സ്റ്റാൻഡ് കവാടത്തിനരികെ വാട്ടർ ടാങ്കിന് പരിസരത്ത് വിൽപ്പന നടത്തിയിരുന്ന പഴക്കച്ചവടക്കാരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. ഹൈക്കോടതി വിധിയുണ്ടായിട്ടും അനധികൃതമായി കച്ചവടം തുടർന്നതിനെതിരെയായിരുന്നു കോർപ്പറേഷന്റെ നടപടി. മുൻപ് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും കച്ചവടക്കാർ ഇവിടെ തുടരുകയായിരുന്നു. ഇതേ തുടർന്നാണ് കർശന നടപടികളുമായി കോർപ്പറേഷൻ രംഗത്തെത്തിയത്. എന്നാൽ സുപ്രീംകോടതി വിധി ഫുട്പാത്ത് കച്ചവടത്തെ സംരക്ഷിക്കുന്നതാണെന്നും കോർപ്പറേഷൻ നടപടി തെറ്റാണെന്ന വാദവുമായി CITU INTUC ഉന്തുവണ്ടി ഫുട്പാത്ത് കച്ചവടക്കാരും പ്രതിഷേധവുമായെത്തി. കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിച്ച തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി.
രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും ഭൂമാഫിയക്കാരും കൈകോർത്താൽ ആരെയും വിലക്കെടുക്കാമെന്ന പ്രവണത അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് സമരസമിതി നേതാക്കൾ. ചരിത്ര സ്മാരകം ഭൂമാഫിയയ്ക്ക് അടിയറ വയ്ക്കാൻ തയ്യാറില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 2010 LDF ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഓർഡിനൻസ് ഇറക്കുകയും 2012 UDF സർക്കാർ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച് ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്ത കോംട്രസ്റ്റ് ഹാൻഡ്ലൂം വീവിംഗ് ഫാക്ടറിയുടെ സ്ഥലം പ്യൂമിസ് എന്ന സ്ഥാപനം തുച്ഛവിലയ്ക്ക് കൈക്കലാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നുവെന്ന് കോൺഗ്രസ് സമരസമിതി കൺവീനർ EC സതീശൻ പറഞ്ഞു. മഴയും വെയിലും കൊണ്ട് യന്ത്രസാമഗ്രികൾ നശിക്കുന്നു എന്ന ധാരണ ഉണ്ടാക്കിയാണ് സാധനങ്ങൾ മാറ്റുവാൻ വിധി സമ്പാദിച്ചത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഫാക്ടറിയുടെ ഒരു വസ്തുക്കളും എടുത്തുമാറ്റാൻ അധികാരമില്ല. കഴിഞ്ഞ ദിവസം പ്യൂമിസ് കമ്പനി മേലധികാരികളുടെ നേതൃത്വത്തിൽ ഗുണ്ടകൾ കമ്പനിക്കകത്ത് കയറി അക്രമം കാണിച്ചത് അന്യായമാണ്. ചില രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ തലപ്പത്തിരിക്കുന്നവരും ഭൂമാഫിയയും ചേർന്നാൽ ഈ രാജ്യത്ത് എന്തുമാകാം, എന്തും വിലക്കെടുക്കാം, ആരെയും നിശബ്ദരാക്കാം, ആരെയും വിലക്കെടുക്കാം എന്ന ഏറ്റവും ഗുരുതരമായ ജനാധിപത്യത്തെ പോലും അപകടപ്പെടുത്തുന്ന പ്രവണത ഈ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. തൊഴിലാളികൾക്ക് നൽകുന്ന 5000 രൂപ അലവൻസ് ഉടൻ നൽകണമെന്നും കോംട്രസ്റ്റ് ഭൂമി എത്രയും വേഗം സർക്കാർ ഏറ്റെടുക്കണമെന്നും സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഖരമാലിന്യം കയറ്റിയയക്കുന്ന പദ്ധതിയിൽ മുക്കം മുനിസിപ്പാലിറ്റി അഴിമതി നടത്തിയെന്നാരോപിച്ച് UDF മുക്കം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് KC അബു പറഞ്ഞു. ജില്ലാ വാർത്തകൾ ഇംപാക്ട്. മുക്കം നഗരസഭയുടെ ശുചിത്വ ഭവനം സുന്ദര നഗരം പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മുനിസിപ്പാലിറ്റിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്ന നിലപാടുമായി മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ കൌൺസിലർമാരടക്കമുള്ള ജനപ്രതിനിധികളും അണിനിരന്നു. ശുചിത്വ ഭവനം സുന്ദര നഗരം പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതി സംബന്ധിച്ച് കൃത്യമായ രേഖകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുകൊണ്ടുവന്നത്. മുക്കത്തുനിന്ന് കർണാടകയിലേക്ക് പുറപ്പെട്ട വണ്ടികളിൽ 18 എണ്ണം മാത്രമാണ് ചെക്ക് പോസ്റ്റിന് പുറത്തുപോയതെന്നും ഇതിൽ 16 വാഹനങ്ങളുടെ കുറവുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് വിവരാവകാശ രേഖയിലെ നിയമപ്രകാരമുള്ള വിവരങ്ങൾ കൂടിയായതോടെ ക്രമക്കേട് സംബന്ധിച്ച പൂർണ്ണ ചിത്രം വെളിവായി. ഇതോടെ UDF കൌൺസിലർമാർ പ്രതിഷേധവുമായി എത്തി. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി വിഷയം ഏറ്റെടുത്തതോടെ സംഭവം ഇപ്പോൾ വിവാദമാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് മുക്കം നഗരസഭയുടെ കാര്യത്തിലും സംഭവിച്ചതെന്ന് DCC പ്രസിഡന്റ് KC അബു പ്രതികരിച്ചു. തുല്യ പങ്കാളിത്തമുണ്ട്. ഒരു കരാറുകാരൻ മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ തട്ടിപ്പ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ഭരണസമിതിയുടെ അറിവും സമ്മതത്തോടും കൂടി നടന്ന ഒരു കാര്യമാണ്. അവർക്കെതിരെ അടിയന്തര നടപടിയുണ്ടാകണം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അതിന്റെ വളരെ ഗൌരവത്തോടുകൂടി വിഷയം കണക്കിലെടുത്തുകൊണ്ട് ഈ അഴിമതി കാണിച്ച വീഴ്ച വരുത്തിയ ഭരണസമിതിക്കെതിരെ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കരാറുകാരും നഗരസഭയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്ന് സംശയിക്കുന്നതായും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ പുതിയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്ന കാര്യമായിരുന്നു നടക്കാവ് റോഡിന്റെ വികസനമെന്നും എന്നാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ യാതൊരു ഇടപെടലുകളും നടത്തിയില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ. കിഴക്കേ നടക്കാവിൽ സ്ഥലമേറ്റെടുത്ത് റോഡ് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നടക്കാവ് വികസന സമിതി തുടർന്നു പോന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴക്കേ നടക്കാവിൽ സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നടക്കാവ് വികസന സമിതി നടത്തിവന്നിരുന്ന നിരാഹാര സമരമാണ് കലക്ടറുടെ ഇടപെടൽ മൂലം അവസാനിപ്പിച്ചത്. നവംബർ 1 മുതലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം സമരക്കാരുമായി നടന്ന ചർച്ചയിൽ നടക്കാവ് റോഡ് വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും വികസന പദ്ധതി നടപ്പിലാക്കുമെന്നും കലക്ടർ ഉറപ്പു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നടക്കാവിലെ സമരപന്തലിൽ CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, നിരാഹാരമനുഷ്ഠിക്കുന്ന KP വിജയകുമാർ, PM പ്രേമരാജൻ തുടങ്ങിയവർക്ക് നാരങ്ങാവെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമായിരുന്നു നടക്കാവ് റോഡിന്റെ വികസനമെന്നും എന്നാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ യാതൊരു ഇടപെടലുകളും നടത്തിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾ ഒറ്റക്കെട്ടായി ആരത് നടത്തുന്നു, ആരാണ് നേതൃത്വം നൽകുന്നു എന്നുള്ളതല്ല, എല്ലാവരുടെയും അജണ്ടയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിൽ ന്യായമായും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇതുപോലുള്ള പോരാട്ടങ്ങൾക്ക് സജീവമായിട്ടുള്ള പരിഗണനകൾ നൽകേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളായ തായാട്ട് ബാലൻ, P വാസു, TK അബ്ദുൽ ലത്തീഫ് ഹാജി, KP സത്യകൃഷ്ണൻ, ഡോക്ടർ A അച്യുതൻ, പാവു വർഗീസ്, സത്യൻ മൂത്തയിൽ, AK ജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
കളക്ടർ പദ്ധതി നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകിയതോടെ കിഴക്കേ നടക്കാവിൽ റോഡ് വീതി കൂട്ടി സൌകര്യം വർദ്ധിപ്പിക്കും. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കച്ചവടക്കാർക്കും ജീവനക്കാർക്കും നഷ്ടപരിഹാരം നൽകി പദ്ധതി വിജയകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything less. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. പഴയ കാർഷിക സംസ്കൃതികൾ പുതുതലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പുല്ലാളൂരിലെ പൂട്ടുകണ്ടം സജീവമായി. പരസ്യപ്രചരണങ്ങളില്ലാതെ നടന്ന പരിപാടിയിൽ 10 ജോഡി മൂരികളാണ് ഇത്തവണ പാടത്ത് ഓടിയത്. പുല്ലാളൂരിലെ കാളപൂട്ടുകണ്ടം വീണ്ടും സജീവമായി. പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും അന്യം നിന്നു പോകുന്ന കാർഷിക വൃത്തിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി 10 ജോഡി മൂരികളാണ് വ്യാഴാഴ്ച നടന്ന കന്നുപൂട്ടലിൽ പങ്കെടുത്തത്. കന്നുപൂട്ടിന് ഉപയോഗിക്കാൻ പാകപ്പെടുത്തിയ മൂരികളെയാണ് ഇത്തവണ പാടത്ത് ഓടിയത്. കന്നുകളെ പാടം കാണിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാളകളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നിയന്ത്രിക്കാൻ 2 പേരുണ്ടാകും. ഇവർ നല്ല ഓട്ടക്കാരും തൊഴിൽ പരിചയമുള്ള ആളുകളുമായിരിക്കും. പ്രദർശനത്തിന് പോകുന്ന ഉരുക്കുളയൊന്നും പാടത്തെ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്നില്ല. ഇവയ്ക്ക് പ്രത്യേക ഭക്ഷണവും പരിചരണവും നിർബന്ധമാണ്. പൂട്ടുകണ്ടത്തിന്റെ അരികും മൂലയും ചേർന്ന് ഏറ്റവും വേഗതയിൽ ഓടി മുന്നിലെത്തുന്ന കാളകൾക്ക് കർഷകർക്കിടയിൽ പ്രിയമേറെയാണ്. കാളകളെ ഓടിക്കുന്ന 2 പേർക്കും ഓരോ ചുറ്റും ഓടിക്കഴിയുമ്പോഴും കാണികൾ പണം നൽകും. കാലത്ത് തുടങ്ങിയ പരിപാടി വൈകിട്ടോടെയാണ് അവസാനിച്ചത്. പരസ്യപ്രചരണങ്ങളില്ലാതെ നടന്ന പരിപാടി കാണാൻ വൈകിട്ട് വരെ ആളുകളും എത്തിക്കൊണ്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. എഴുത്തച്ഛൻ പ്രഭാഷണ പരമ്പരയ്ക്ക് കലാലയങ്ങളിൽ തുടക്കമായി. പരമ്പരയുടെ ഭാഗമായി മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സാഹിത്യ വിമർശകൻ പ്രൊഫസർ കെ.പി. ശങ്കരൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ സി. ഗണേഷ് ആമുഖമായി സംസാരിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ എഴുത്തച്ഛൻ പഠന കേന്ദ്രം കേരളത്തിലെ തെരഞ്ഞെടുത്ത കലാലയങ്ങളുമായി ചേർന്നാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. എഴുത്തച്ഛന്റെ സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ സമഗ്രമായും സൂക്ഷ്മമായും അവലോകനം ചെയ്യുന്നതാണ് പ്രഭാഷണ പരമ്പര. പ്രമുഖ പണ്ഡിതരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രമുഖ ഭാഷാ പണ്ഡിതനും സാഹിത്യ വിമർശകനുമായ പ്രൊഫസർ കെ.പി. ശങ്കരൻ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പി.എ. ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി. ഗണേഷ് ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തച്ഛൻ ഭാഷാ പിതാവ് എന്നതിനപ്പുറത്തേക്ക് എഴുത്തച്ഛൻ ഏതൊക്കെ രീതിയിലാണ് ഈ 2016 സാംസ്കാരിക സന്ദർഭത്തിൽ വിലയിരുത്താൻ സാധിക്കുക, ഇത്തരത്തിലുള്ള നിരവധി പഠന സാധ്യതകൾക്കുള്ള ഒരു വഴി എന്ന നിലയ്ക്കാണ് ഈ പ്രഭാഷണ പരമ്പര. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ഗഫൂർ, കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ O.K. അനഘ തുടങ്ങിയവർ സംസാരിച്ചു. ടി. ആര്യ, മലയാള വിഭാഗം അധ്യക്ഷൻ CJ ജോർജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കലാസാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ KTC അബ്ദുള്ളയെ കോഴിക്കോട് നഗരം ആദരിക്കുന്നു. നവംബർ 7 ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് KTC അബ്ദുള്ളയുടെ കലാജീവിതത്തിന്റെ തുടക്കം. നിരവധി നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെയും അനായാസം കൈകാര്യം ചെയ്തു. നാടക, സിനിമ, കലാ സാംസ്കാരിക രംഗത്ത് 6 പതിറ്റാണ്ട് നിറസാന്നിധ്യമായ KTC അബ്ദുള്ളയെ കോഴിക്കോട് നഗരം ആദരിക്കുകയാണ്. നവംബർ 7 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ടൗൺ ഹാളിൽ MT വാസുദേവൻ നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നാടക, സിനിമ, കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുമെന്ന് ഡോക്ടർ K. മൊയ്തു, SA അബൂബക്കർ, M. രാജൻ തുടങ്ങിയവർ പറഞ്ഞു. നാളെ കടലിൽ താഴ്ന്നു പോകുന്ന ഭാഷയല്ല മലയാളമെന്ന് കവി P.K. ഗോപി. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മാതൃഭാഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മലയാളം ഉജ്ജ്വല ഭാഷയാണെന്നും ഇത് നാളെ അറബിക്കടലിൽ താഴ്ന്നു പോകുമെന്ന് ആരും കരുതണ്ടെന്നും കവി PK ഗോപി പറഞ്ഞു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ ഭരണകൂടവും കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മാതൃഭാഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ എല്ലായിടങ്ങളിലുമുള്ള മലയാളികളുടെ മലയാളം നിരന്തരം സംസാരിക്കുകയാണ്. 6000-ലധികം ഭാഷകൾ ലോകത്തിലുള്ളതിൽ 32ാം സ്ഥാനം മലയാളത്തിനുണ്ട്. ഈ ഭാഷ മനോഹരമായത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ശ്രേഷ്ഠമായ നാട്ടുഭാഷയിൽ എഴുതപ്പെട്ട ഒന്നാന്തരം കൃതികൾ ഈടുവെപ്പുകളായുള്ളതുകൊണ്ടാണ്. തമിഴൻ തമിഴിനെയും ജപ്പാൻകാരൻ ജപ്പാനീസ് ഭാഷയെയും സ്നേഹിക്കുന്നതുപോലെ നമ്മുടെ മാതൃഭാഷയെ നാം സ്നേഹിക്കുക. നമ്മുടെ ഭാഷയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഭാഷയുടെ പ്രാണൻ സ്നേഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച അധ്യാപകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ച അധ്യാപകരായ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ, CK വാസു എന്നിവരെ PK ഗോപി ഉപഹാരം നൽകി ആദരിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. അധ്യാപകരായ E ശിവദാസൻ, R ഇന്ദു, ഓണിൽ രവീന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, KT ഷിനുരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി കോതമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെ ധനസമാഹരണ പരിപാടികൾക്ക് തുടക്കം. ക്ഷേത്രാങ്കണത്തിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ മലബാറിലെ ഏറെ പ്രശസ്തമായ ശ്രീ കോതമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 5 വർഷം നീണ്ടുനിന്ന നവീകരണ പ്രക്രിയയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശവും 2017 ഫെബ്രുവരി 4 മുതൽ 12 വരെ നടക്കും. പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകളുടെ ധനസമാഹരണ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുബേരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഫണ്ട് സ്വീകരിച്ചു. മേപ്പാടിലത്ത് കൃഷ്ണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് KN ബാലസുബ്രഹ്മണ്യൻ, തന്ത്രി കുബേരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ഹൈസെക് ജില്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം നവംബർ 6-ന് JDT ഇസ്ലാം ക്യാമ്പസിൽ നടക്കും. MI ഷാനവാസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ജില്ലാ സമിതി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഹൈസെക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം നവംബർ 6-ന് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ക്യാമ്പസിൽ നടക്കും. അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കുക, തീവ്രവാദ ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങളുടെ അപകടം ബോധ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ രാജ്യസ്നേഹികളാക്കി മാറ്റുക, ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഹൈസെക് സംഘടിപ്പിക്കുന്നത്. MI ഷാനവാസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദ് ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥിനികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് MSM ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ആത്മാഹുതി ചെയ്ത വിമുക്ത ഭടന് ആദരാഞ്ജലി അർപ്പിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ കമ്മിറ്റി മൌനജാഥയും അനുശോചന യോഗവും നടത്തി. മാനാഞ്ചിറ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആത്മാഹുതി ചെയ്ത സുബേദാർ രാംകിഷൻ അഗർവാളിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ മൌനജാഥയും അനുശോചന യോഗവും നടത്തി. കേണൽ വർമ്മരാജ, കേണൽ P കുറുപ്പ്, കേണൽ മുരളീധരൻ, ബാലൻ നായർ, മോഹനൻ പട്ടാന, PD രാഘവൻ, ഗോപിനാഥൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സീരിയലുകൾ സമൂഹത്തിന് ഒരു നല്ല സന്ദേശവും നൽകുന്നില്ലെന്ന് ചലച്ചിത്ര നാടക പ്രവർത്തകൻ വിജയൻ കാരന്തൂർ. സദാചാര വിരുദ്ധത കുത്തിവെക്കാനാണ് സീരിയലുകൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകൾ മാറ്റുരച്ച യുവജനോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി കലാപ്രതിഭകൾ മാറ്റുരച്ചത്. 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത യുവജനോത്സവം നാടക, ചലച്ചിത്ര, സീരിയൽ നടൻ വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. മലയാള TV സീരിയലുകൾ സമൂഹത്തിന് ഒരു നല്ല സന്ദേശവും നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മറിച്ച് സദാചാര വിരുദ്ധത കുത്തിവെക്കാനാണ് സീരിയലുകൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തെങ്കിലും ഒരു ബോധനം അതിലൂടെ ഒരു സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടോ? എന്താണ് സീരിയലിലെ മുഖ്യ ഇതിവൃത്തത? കുനിഷ്ട്, കുന്നായ്മ, അസൂയ, സദാചാര വിരുദ്ധമായിട്ടുള്ള അവിഹിത ബന്ധം, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇതൊക്കെ പല കുപ്പിയിൽ ഒരേ മരുന്നാണ്, പല കുപ്പിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് ഇപ്പോഴിങ്ങനെ അയ്യോ ഇതെന്നെ ജീവിതം എന്ന് വിചാരിച്ചിട്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. തബലവാദനത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ സുധീർ കടലുണ്ടി ചടങ്ങിൽ മുഖ്യാതിഥിയെ പങ്കെടുത്തു. പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാനാധ്യാപിക V ജീജ, കരുവള്ളി ശശിധരൻ, P മുസ്തഫ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. വേദശ്രീ സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വേദ പഠനത്തിന്റെ 5ാമത്തെ ബാച്ച് നവംബർ 6-ന് ആരംഭിക്കും. ടൗൺഹാളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വേദപഠനത്തിനും പ്രചരണത്തിനും വേണ്ടി നിലകൊള്ളുന്ന കൂട്ടായ്മയാണ് വേദശ്രീ സത്സംഗ സമിതി. വേദശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള വേദപഠനത്തിന്റെ 5ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനം 6-ന് ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് ടൗൺഹാളിൽ നഗരസഭാധ്യക്ഷൻ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിക്കും. തളി UP സ്കൂളിൽ ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ 9 വരെയാണ് വേദപഠനം. 300 രൂപയാണ് ഒരു മാസത്തെ ഫീസ്. പ്രായലിംഗ ഭേദമന്യേ ആർക്കും വേദം അഭ്യസിക്കാമെന്ന് K വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാലിക്കറ്റ് ഹെറിറ്റേജ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ KV കൃഷ്ണ അയ്യർ സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എൻഡോമെന്റ്, സ്കോളർഷിപ്പ്, NG ആർച്ചയ്ക്ക് വേണ്ടി CR നീലകണ്ഠൻ പാർവതി സ്വാമിനാഥനിൽ നിന്നും ഏറ്റുവാങ്ങി. ഗവേഷണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാവണമെങ്കിൽ വേറിട്ട വഴി തുറന്നുള്ള പഠനരീതികൾ വേണമെന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വിസിറ്റിംഗ് പ്രൊഫസറും ചരിത്രകാരനുമായ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. കാലിക്കറ്റ് ഹെറിറ്റേജ് ഫോറം സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രൊഫസർ KV കൃഷ്ണയ്യർ എൻഡോമെന്റ് പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം എന്തിനാണ്, ഏതെല്ലാം പുസ്തകങ്ങളുണ്ടല്ലോ എന്നായിരുന്നു ചരിത്രരംഗത്തെ പലരുടെയും ധാരണ. ഇതിന് മാറ്റം വരുത്തിയത് കൃഷ്ണയ്യരും MGS നാരായണും അടക്കമുള്ള ചരിത്രകാരന്മാരാണ്. ആധികാരികമായ പണ്ഡിതനായിരുന്നു കൃഷ്ണയ്യർ. പാശ്ചാത്യ ലോകത്ത് ചർച്ച ചെയ്യപ്പെടും മുൻപേ കേരളത്തിലെ ഇരിങ്ങാലക്കുട, ആലത്തിയൂർ എന്നീ സ്ഥലങ്ങളിലെ പണ്ഡിതർ പല ഗണിത ശാസ്ത്ര സിദ്ധാന്തങ്ങളും കണ്ടെത്തിയിരുന്നു. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവ സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ അതിൽ പ്രധാനമാണ്. യാഗങ്ങൾ, മുഹൂർത്തം നോക്കൽ തുടങ്ങിയ ആചാരങ്ങളായിരുന്നു ഇതിന് കാരണം. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര സിദ്ധാന്തം സംബന്ധിച്ച ലോകത്തെ 6 പുസ്തകം ജ്യേഷ്ഠദേവൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ മലയാളത്തിൽ എഴുതി യുക്തിഭാഷ എന്ന ഗ്രന്ഥമാണ്. കൃഷ്ണയ്യരുടെ പേരിലുള്ള 25,000 രൂപയുടെ സ്കോളർഷിപ്പ് പാർവതി സ്വാമിനാഥൻ സമ്മാനിച്ചു. ഗവേഷക NG ആർച്ചയ്ക്ക് വേണ്ടി പിതാവ് CR നീലകണ്ഠൻ ഏറ്റുവാങ്ങി. 14-18 നൂറ്റാണ്ടിലെ കോഴിക്കോട്ടെ നാഗരിക ജീവിതമെന്ന ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ്. പ്രൊഫസർ MGS നാരായണൻ അധ്യക്ഷം വഹിച്ചു. CK രാമചന്ദ്രൻ, O ഒലിവർ നൂൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISM ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംസ്ഥാന സംഗമം നവംബർ 12-ന് ആലപ്പുഴയിൽ ആരംഭിക്കും. വക്കീൽ പർവേസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകളിലായി മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന വിഭാഗമായ ISM സംസ്ഥാന സമിതിക്ക് കീഴിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നടന്നുവരുന്ന അനൗപചാരിക ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംസ്ഥാന സംഗമം നവംബർ 12-13 തീയതികളിൽ ആലപ്പുഴ MES സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം 12-ന് വക്കീൽ പർവേസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഖുർആൻ സമ്മേളനം കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. 10,000 പഠിതാക്കൾ 2 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കും. ഖുർആൻ സമ്മേളനം, ചരിത്ര സമ്മേളനം, ഹദീസ് സമ്മേളനം, വനിതാ സമ്മേളനം, ബൌദ്ധിക സംവാദം, പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ സെഷനുകളിലായി മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുമെന്ന് ISM കേരള ഭാരവാഹികൾ പറഞ്ഞു. സംശുദ്ധിയുടെ 91 വർഷങ്ങൾ പിന്നിടുന്ന ഭീമ ഗോൾഡിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1925 കാലഘട്ടത്തിലെ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ അവസരം. ഈ മാസം 6 വരെയാണ് ഭീമയുടെ എല്ലാ ഷോറൂമുകളിലൂടെയും ഈ പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത്.
1925 ഭീമ ബട്ടർ തുടക്കം കുറിച്ച ഭീമയുടെ സുവർണയാത്ര തലമുറകളെ പൊന്നണിയിച്ച് 91 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ വാർഷികാഘോഷം തികച്ചും വ്യത്യസ്തമായ അനുഭവത്തിലൂടെയാണ് ഭീമ സാക്ഷ്യപ്പെടുത്തുന്നത്. 1925 വിലയായ പവന് 18.75 രൂപയ്ക്ക് 1.5 കിലോ സ്വർണമാണ് നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവും വജ്രാഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ കിഴിവും നൽകുമെന്ന് ഭീമ MD ബി ഗിരിരാജൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ ഷോറൂമുകളിൽ നവംബർ 4 മുതൽ 6 വരെയാണ് 91 വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്. കേരളത്തിലെ ഷോറൂമുകളിൽ നിന്ന് കുറഞ്ഞത് 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ട്. പണിക്കൂലി, നികുതി എന്നിവ പ്രത്യേകം നൽകണം. കോയിൻ, ഗോൾഡ് ബാർ എന്നിവയ്ക്ക് ഓഫർ ബാധകമല്ല. ഭീമ ഗോൾഡ്, സവിശേഷം സംശുദ്ധിയുടെ 91 വർഷങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഡിവൈഎഫ്ഐയുടെ കളത്തിൽ താഴം യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ കൌൺസിലർമാരായ K രതിദേവി, TS ഷിംജിത്ത്, CPIM നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം O സദാശിവൻ, ഡിവൈഎഫ്ഐ നോർത്ത് ബ്ലോക്ക് സെക്രട്ടറി ജെറീഷ് K തുടങ്ങിയവരും സംബന്ധിച്ചു. അൽസലാമ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൌജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടന്നത്. ക്യാമ്പിൽ നേത്രപരിശോധന പൂർണ്ണമായും സൌജന്യമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയവും ബോധവൽക്കരണവും നടന്നു. തുടർന്ന് പ്രമേഹ രോഗനിർണയവും ബ്ലഡ് പ്രഷർ പരിശോധനയും സ്ഥാനാർബുദ രോഗനിർണയവും ബോധവൽക്കരണവും നടന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോംട്രസ്റ്റ് വീവിംഗ് ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി. കോംട്രസ്റ്റിനെ ഭൂമാഫിയകൾക്ക് അടിയറ വയ്ക്കില്ലെന്നും നേതാക്കൾ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പേരിൽ റേഷൻ സംവിധാനം തകർക്കരുതെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ. റേഷൻ ലിസ്റ്റിലെ അപാകതകൾക്കെതിരെ ആദായ നികുതി ഓഫീസ് മാർച്ച്. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഫുട്പാത്ത് കയ്യേറിയ പഴക്കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.